മലയാള സിനിമയുടെ നിത്യഹരിത നായകൻ പ്രേം നസീറിനെ കുറിച്ച് നടൻ ടിനി ടോം നടത്തിയ പരാമർശങ്ങൾ ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഒരു അഭിമുഖത്തിനിടെ ടിനി ടോം പറഞ്ഞ ചില കാര്യങ്ങളാണ് അദ്ദേഹത്തെയും മലയാള സിനിമാ ലോകത്തെയും ഒരുപോലെ പിടിച്ചുലച്ചത്. പ്രേം നസീറിന്റെ അവസാന കാലഘട്ടത്തെക്കുറിച്ചായിരുന്നു ടിനി ടോമിന്റെ പരാമർശങ്ങൾ. നസീർ സർ മനസ്സ് വിഷമിച്ചാണ് മരിച്ചതെന്ന് പറയുന്നു. കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർഡം പോയി. എല്ലാ ദിവസവും കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങും, സിനിമയില്ല. ബഹദൂർക്കയുടെയും അടൂർ ഭാസി സാറുടെയും വീട്ടിൽ പോയിരുന്ന് കരയും. കരഞ്ഞ് അങ്ങനെ മനസ്സ് വിഷമിച്ചാണ് മരിച്ചതെന്ന് പറയുന്നുണ്ടെന്നാണ് ടിനി ടോം പറഞ്ഞത്. ഈ വാക്കുകൾ പ്രേം നസീർ ആരാധകർക്കിടയിലും സിനിമാ പ്രവർത്തകർക്കിടയിലും വലിയ ഞെട്ടലും പ്രതിഷേധവുമാണ് ഉണ്ടാക്കിയത്. ടിനി ടോമിന്റെ ഈ പരാമർശത്തിനെതിരെ ശക്തമായ വിമർശനങ്ങളുമായി ആദ്യം രംഗത്തെത്തിയത് സംവിധായകൻ ആലപ്പി അഷ്റഫ് ആയിരുന്നു. ടിനി ടോം പറഞ്ഞ കാര്യങ്ങൾ തികച്ചും തെറ്റാണെന്നും പ്രേം നസീർ മരിക്കുന്നതുവരെയും തന്റെ വ്യക്തിത്വം കാത്തുസൂക്ഷിച്ച ഒരു മഹാനായ കലാകാരനായിരുന്നുവെന്നും അദ്ദേഹം തുറന്നടിച്ചു. പ്രേം നസീർ യാതൊരു ദുരിതവും അനുഭവിച്ചിട്ടില്ലെന്നും മരണം വരെയും അദ്ദേഹത്തിന് ആവശ്യത്തിലധികം ചിത്രങ്ങൾ ഉണ്ടായിരുന്നെന്നും അഷ്റഫ് ചൂണ്ടിക്കാട്ടി. അന്ന് ഭരിച്ചിരുന്ന സർക്കാർ അദ്ദേഹത്തിന് ഗവർണർ സ്ഥാനമോ അംബാസഡർ സ്ഥാനമോ നൽകാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് വേണ്ടെന്ന് വെച്ച വ്യക്തിയായിരുന്നു നസീർ എന്നും ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തി. മിമിക്രി പോലും നേരെ ചൊവ്വെ മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാത്തവനാണ് ടിനി ടോം. ഏത് നടന്റെ ശബ്ദമെടുത്താലും സ്വന്തം ശബ്ദമാണ് പുറത്തേക്ക് വരുന്നത്. മണിയടി കൊണ്ടും സോപ്പിടൽ കൊണ്ടും ഉപജീവനം നടത്തുന്ന നടനാണെന്നും ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ആലപ്പി അഷ്റഫ് രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയുണ്ടായി. മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളായ മോഹൻലാലും മമ്മൂട്ടിയും ആദരവോടെയും ബഹുമാനത്തോടെയും കാണുന്ന സൂപ്പർ സംവിധായകൻ മുതൽ ഇന്ന് കടന്നു വരുന്ന പുതുമുഖ സംവിധായകർ വരെ ഗുരുതുല്യനായി കാണുന്ന നടനാണ് പ്രേം നസീർ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നസീർ സാർ ആരാണെന്ന് ഈ തള്ളൽ വീരൻ ഇന്നും മനസ്സിലാക്കിയിട്ടില്ലെന്നും നന്മയുടെയും മനുഷ്യ സ്നേഹത്തിന്റെയും പാഠപുസ്തകമാണ് അദ്ദേഹമെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു. ടിനി ടോം ആദ്യം നസീറിന്റെ ജീവചരിത്രം എടുത്ത് വായിച്ച് പഠിക്കണമെന്നും എത്ര നീചമായ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചാണ് ആ വലിയ മനുഷ്യനെ അപമാനിച്ചതെന്നും അദ്ദേഹം രോഷത്തോടെ ചോദിച്ചു. പ്രേം നസീറിനെ സ്നേഹിക്കുന്ന കലാസ്നേഹികൾക്കും അദ്ദേഹത്തിന്റെ പേരിൽ നടത്തുന്ന കലാ സാംസ്കാരിക സംഘടനകൾക്കും ഏറ്റവും അപമാനമാണ് ഈ പ്രസ്താവനയെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ അദ്ദേഹത്തെ മണിയടിച്ച് അടുത്തുകൂടി തക്കം കിട്ടിയപ്പോൾ സുരേഷ് ഗോപിക്കും ടിനി ടോം താങ്ങിക്കൊടുത്തതിനെയും ആലപ്പി അഷ്റഫ് ഓർമ്മിപ്പിച്ചു. അതിൽ സുരേഷ് ഗോപിയുടെ ആരാധകർ പ്രതിഷേധമുയർത്തിയതും ഈയിടെയാണല്ലോ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രേം നസീർ ഫൗണ്ടേഷന്റെ ഭാരവാഹികളും കേരളത്തിലെ പ്രേം നസീറിന്റെ പേരിലുള്ള പല സാംസ്കാരിക സംഘടനകളും ടിനി ടോമിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടെന്നും ആലപ്പി അഷ്റഫ് വ്യക്തമാക്കി. പേര് വലിച്ചിടിച്ചതിന്റെ രോഷം വിവാദ പരാമർശത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ ടിനി ടോം മറ്റൊരു തന്ത്രം പ്രയോഗിച്ചുവെന്ന ആരോപണവും ഉയരുന്നുണ്ട്. മമ്മി സെഞ്ചുറിയോട് ടിനി ടോം പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം തന്നോട് മണിയൻപിള്ള രാജുവാണ് പറഞ്ഞതെന്നാണ്. ഈ ആരോപണത്തെക്കുറിച്ച് ആലപ്പി അഷ്റഫ് നേരിട്ട് മണിയൻപിള്ള രാജുവുമായി ഫോണിൽ സംസാരിച്ചു. ആ ഫോൺ സംഭാഷണത്തിൽ ടിനി ടോമിനെതിരെ കടുത്ത ഭാഷയിൽ മണിയൻപിള്ള രാജു പ്രതികരിക്കുകയുമുണ്ടായി. ഇവനൊന്നും നസീർ സാറിനെ കണ്ടിട്ടില്ല. ഞാൻ നസീർ സാറിനൊപ്പം 10-15 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നസീർ സാറിനെ പോലെ ദൈവതുല്യനെ ഞാൻ കണ്ടിട്ടില്ല. മണിയൻപിള്ള രാജു പറഞ്ഞത് അങ്ങനെയായിരുന്നു. ടിനി ടോം പലതും പറഞ്ഞ് മുമ്പും വിവാദങ്ങളിൽ ചെന്നുപെട്ടു. എന്തിനാണ് ഇത്രയും മഹാനായ ആളിനെ കുറിച്ച് ഇങ്ങനെ മോശം പറഞ്ഞത്? അയാൾക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു. മരിച്ചുപോയ ആളാണ്. ഇത്രയും ദൈവതുല്യൻ. നസീർ സാറിന്റെ റെക്കോർഡാണ് ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചത്. നസീർ സാറിനെ കുറിച്ച് എതിരായതൊന്നും പറയാനാകില്ല. നസീർ സാറിനെ ഇഷ്ടപ്പെടുന്നവർ എതിർത്ത് കല്ലെറിയും. പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം. കടുത്ത അപരാധമാണ് ചെയ്യുന്നത്. എത്രയോ റൈറ്റപ്പുകൾ എന്റേതായി നസീർ സാറിന് അനുകൂലമായി വന്നിട്ടുണ്ട്. 2 പടം വന്നാൽ പരിസരം മറക്കും ഇവനൊക്കെ. അത് ചെയ്യാൻ പാടില്ല എന്നും മണിയൻപിള്ള രാജു രോഷാകുലനായി പറഞ്ഞു. ഈ പ്രതികരണത്തോടെ മണിയൻപിള്ള രാജുവും ടിനി ടോമുമായി അങ്ങനെ ഒരു സംഭാഷണം നടന്നിട്ടില്ലെന്ന് വ്യക്തമായി. മണിയൻപിള്ള രാജു എപ്പോഴും പ്രേം നസീറിനെ അംഗീകരിച്ചിട്ടുള്ള വ്യക്തിയാണെന്നും പല അഭിമുഖങ്ങളിലും ഇക്കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നും സിനിമാ ലോകത്തിന് നന്നായി അറിയാം. വിവരക്കേടിനെതിരെ സംവിധായകൻ എം.എ. നിഷാദും ടിനി ടോമിന്റെ പരാമർശത്തെ ശക്തമായി വിമർശിച്ച് രംഗത്തെത്തി. പ്രേം നസീറിനെ അടുത്തറിയുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ ബന്ധുവും എന്ന നിലയിൽ ടിനി ടോമിന് മറുപടി കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും നിഷാദ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. ദൈനംദിന ജീവിതത്തിൽ നാം പലതരം ആളുകളെ കാണാറുണ്ട്, പരിചയപ്പെടാറുണ്ട്. അവരിൽ ബുദ്ധിയുള്ളവരുണ്ട്, വിവരമുള്ളവരുണ്ട്, മര്യാദക്കാരും മര്യാദ കെട്ടവരുമുണ്ട്. പക്ഷേ പബ്ലിസിറ്റിക്ക് വേണ്ടി വെർബൽ ഡയറിയ അഥവാ ശുദ്ധ ഫോഷ്ക്ക് വിളിച്ചു പറയുന്ന വിവരദോഷികളായവരുമുണ്ട്. അത്തരമൊരു മാന്യ ദേഹമാണ് ടിനി ടോം എന്ന മിമിക്രി സ്കിറ്റ് സിനിമാ പ്രവർത്തകർ. പ്രേം നസീർ ആരാണെന്ന് അയാൾക്ക് ഇന്നും മനസ്സിലായിട്ടില്ല എന്നും നിഷാദ് കുറിപ്പിൽ എഴുതി. 32 വർഷത്തോളം മലയാള സിനിമയിലെ നിറസാന്നിധ്യമായിരുന്ന പ്രേം നസീറിന് ടിനി ടോം പറയുന്നത് പോലെ ഒരു ഗതികേടും സംഭവിച്ചിട്ടില്ല.
മുഖം മിനുക്കാൻ മേക്കപ്പ് ഇട്ട് നടക്കേണ്ട സാഹചര്യവും ഉണ്ടായിട്ടില്ല. അടിമുടി സുന്ദരനായ നസീർ സാറിന് ടിനി ടോമിനെ പോലെ വിഗും വെച്ച് നടക്കേണ്ടിയും വന്നിട്ടില്ല. അതോടൊപ്പം 1986 അദ്ദേഹത്തിന്റെ സിനിമയിൽ തിരക്ക് കുറഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ സമയം അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം നടത്തിയിരുന്നുവെന്നും പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നെന്നും നിഷാദ് ചൂണ്ടിക്കാട്ടി. നാഷണൽ ഫിലിം അവാർഡ് കമ്മിറ്റി ജൂറി ചെയർമാനായിരുന്നു ശ്രീ നസീർ. സുഹാസിനിക്ക് സിന്ധു ഭൈരവി എന്ന ചിത്രത്തിന് മികച്ച നടിക്കുള്ള അവാർഡും മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രന് ആദ്യമായി മികച്ച ഗായകനുള്ള അവാർഡ് ലഭിച്ചതും നസീർ സാർ ജൂറി ചെയർമാനായിരുന്നപ്പോഴാണ്. അതുകൊണ്ട് അടൂർ ഭാസിയുടെയും ബഹദൂറിന്റെയും വീട്ടിൽ പോയിരുന്ന് കരയാൻ അദ്ദേഹത്തിന് നേരമുണ്ടായിരുന്നില്ലെന്നും ടിനി ടോം നോട്ട് ചെയ്യുമല്ലോ എന്നും നിഷാദ് പരിഹസിച്ചു.